എനിക്ക് ഒന്ന് രണ്ട് സംശയങ്ങളെ ചോദിക്കാനുള്ളൂ. ഏണസ്റ്റ് ഹെമിംഗ്വേ സാഹിത്യ പ്രവർത്തനം തുടങ്ങുന്ന കാലത്തല്ല, അത് അതിൻ്റെ ഉച്ചസ്ഥായിലിരിക്കുന്ന കാലത്താണ് അമേരിക്കയിൽ ട്രാൻസെൻഡൻ്റലിസം എന്ന ഒരു മൂവ്മെൻറ്റ് തുടങ്ങുന്നത്. എമേഴ്സൺ, തോറോ ഒക്കെ ട്രാൻസെൻഡൻ്റലിസത്തിൻ്റെ വക്താക്കളായിട്ട് വന്നവരാണ്. ട്രാൻസെൻഡൻ്റലിസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റേൺ ഫിലോസഫി, പ്രത്യേകിച്ച് ഇന്ത്യൻ ഫിലോസഫി അമേരിക്കൻ ചിന്തയെ സ്വാധീനിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വാൾട്ടർ വിറ്റ്മാൻ്റെ കവിതകളിൽ നമ്മൾ ധാരാളം കാണുന്നുണ്ട്. ഇന്ത്യൻ തോട്ട് കടന്നു വരുന്ന ഭാരതീയർക്ക് വളരെ പരിചിതമായൊരു ചിന്താ പദ്ധതി കടന്നു വരുന്നുണ്ട് അമേരിക്കൻ. ആ ഒരു ചിന്താ പദ്ധതി ഓൾഡ് മാൻ ആൻഡ് ദ സീയില്ലേ? ഈ 85 ദിവസം എന്ന് പറയുന്നത് അയാളുടെ പ്രായമാണ്, 85 വയസ്സാണ്. അയാളുടെ ജീവിതമാണ് കടൽ. ഇന്ത്യയിൽ സംസാരത്തെ സാഗരം എന്ന് തന്നെ വിശേഷിപ്പിക്കാറുണ്ട്. സംസാരം എന്ന് വെച്ചാൽ ജീവിതമാണ്. ജീവിതത്തെ കടലാണ് ഞാൻ വിശേഷിപ്പിക്കാറ്. ആഴം എത്രയാണെന്നറിയില്ല, മറുകര എത്രയാണ് എന്നറിയില്ല, ഒളിച്ചിരിക്കുന്ന അപകടങ്ങൾ ഏതൊക്കെയാണ് എന്നറിയില്ല, കിട്ടാൻ പോകുന്ന നിധികൾ ഏതൊക്കെയാണ് എന്നറിയില്ല. അങ്ങനെ നമ്മളുടെ സാധാരണ അറിവിന് അപ്പുറം നമുക്കൊരിക്കലും അറിയാൻ പറ്റാത്ത ജീവിതമെന്ന ആ പ്രതിഭാസത്തെയാണ് കടൽ ഇന്ത്യൻ ചിന്താഗതിയിൽ സിംബലൈസ് ചെയ്യുന്നത്. 85 വർഷം ഇയാൾ അധ്വാനിക്കാൻ, അയാളുടെ സമപ്രായക്കാരനോ അയാളുടെ തൊട്ടടുത്ത തലമുറയിലുള്ള ആളോ അല്ല, അയാളുടെ പേരക്കുട്ടിയാണ് കൂടെ പോകുന്നത്. ഏതാണ്ട് ആ പ്രായമുള്ളൊരു പയ്യനെയാണ് കൂടെ കൊണ്ടുപോകുന്നത്. എന്ന് വെച്ചാൽ തനിക്ക് അപ്പുറത്തേക്ക് കടന്ന പിന്നത്തെ ഒരു തലമുറയെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് പോകുന്നത്. അവർ പോലും അയാളെ സഹായിക്കാനില്ല. അപ്രതീക്ഷിതമായിട്ട് വലിയൊരു സമ്പത്ത് കിട്ടി. ആ സമ്പത്ത് മുഴുവൻ ആ കടലിലെ തന്നെ, ആ സംസാരത്തിൽ തന്നെ മറ്റു ജീവികളെ തട്ടിപ്പറിച്ചു പോവുകയാണ് ചെയ്യുന്നത്. കരയിലെത്തുമ്പോൾ ശൂന്യത മാത്രമാണ്. മരണത്തോടെ എത്തുമ്പോഴുള്ള ജീവിതത്തിൻ്റെ വ്യർത്ഥതയല്ലേ ഈ ട്രാൻസെൻഡൻ്റലിസ്റ്റ് തോട്ട് അനുസരിച്ച് നോക്കുമ്പോൾ ഓൾഡ് മാൻ ആൻഡ് ദ സീ അങ്ങനൊരു വായന പുസ്തകത്തിന് സാധ്യമല്ലേ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്നെനിക്ക് തോന്നുന്നു. മറ്റൊന്ന്, ലോകത്തിലെ ഏറ്റവും ചെറിയ കഥ എഴുതിയത് ഹെമിംഗ്വേയാണ്. ഒരു മത്സരത്തിൽ ഒരു വൈകാരിക തീവ്രതയുള്ളൊരു കഥ എഴുതുന്നതിന് എത്ര സമയമെടുക്കും എന്ന് ചോദിച്ചപ്പോൾ 1 മിനിറ്റ് എന്ന് പറഞ്ഞു, 1 മിനിറ്റ്. എന്നിട്ട് അദ്ദേഹം എഴുതിയൊരു കഥയുണ്ട്, 6 വാക്കുകൾ. ലോകത്തിലെ ഏറ്റവും ചെറുകഥയായിട്ടാണ് അത് കൽപ്പിക്കപ്പെടുന്നത്. പക്ഷെ ആ കഥ മനസ്സിലാവണമെങ്കിൽ നമുക്കൊരു ഇംഗ്ലീഷ് ബാക്ക്ഗ്രൗണ്ട് കൂടി വേണം. ഇംഗ്ലണ്ടിൽ സ്ത്രീകൾ ഗർഭിണികളായി കഴിഞ്ഞാൽ 4-5 മാസം കഴിയുമ്പോൾ പിറക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി അവർ ഉടുപ്പുകൾ തുന്നും. കമ്പിളി കൊണ്ടും ഒക്കെ ഉള്ള ഉടുപ്പുകൾ തുന്നി, തൊപ്പി, പാദരക്ഷകൾ ഒക്കെ. അങ്ങനെ തുന്നുന്ന ഒരു സ്ത്രീയെയാണ് നമ്മൾ സങ്കല്പിക്കേണ്ടത്. പക്ഷേ 5-6 മാസം കഴിഞ്ഞ് ഈ സ്ത്രീ തുന്നിക്കൊണ്ടിരുന്നു, തൊപ്പി തുന്നി, ഉടുപ്പ് തുന്നി, അങ്ങനെ ഓരോന്നായിട്ട് തുന്നിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൊച്ചു കുഞ്ഞിനിടാനുള്ള ഷൂസ് കമ്പിളി നൂലുകൊണ്ട് തുന്നിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ്, തുന്നിക്കഴിഞ്ഞപ്പോഴാണ് ആ സ്ത്രീ അബോർഷനായി, ആ കുട്ടി ജനിച്ചില്ല. പിന്നീട് ആ അരിഷ്ടതകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ സ്ത്രീയുടെ വാക്കായിട്ടാണ് ഹെമിംഗ്വേയുടെ ചെറിയ കഥ ബേബി ഷൂസ് ഫോർ സെയിൽ നെവർ യൂസ്ഡ്. ഇതാണ് ആ കഥ എഴുതിയിരിക്കുന്നത്. ഇത്രയും ചെറിയൊരു കഥ വേറെ. പിന്നെ അതിനോട് കോമ്പീറ്റ് ചെയ്യുന്ന, ആ കോമ്പറ്റീഷനിൽ വന്ന വേറൊരു കഥ കൂടിയുണ്ട്. പക്ഷെ അത് ഇതായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല, അത് രസമുള്ള കഥയാണ്. അത് ലോകത്തിലെ ഏറ്റവും ചെറിയ ഹൊറർ സ്റ്റോറിയാണ്. അത് ഇത്രയേ ഉള്ളൂ. ലോകത്തിലെ അവസാനത്തെ മനുഷ്യൻ മുറിയിലിരിക്കുമ്പോൾ വാതിക്കലൊരു മുട്ട് കിട്ടും. ഇതാണ് ഹെമിംഗ്വേയുടെ കഥയുടെ പ്രത്യേകതയാണ്. പക്ഷേ എനിക്ക് ഈ സ്നോസ് ഓഫ് കിളിമഞ്ചാരോയാണ് ഓൾഡ് മാൻ ആൻഡ് ദ സീയേക്കാൾ ഇഷ്ടപ്പെട്ട നോവൽ എന്ന് കൂടി പറയാം.